ഒസാമ ബിൻ ലാദനിൽ നിന്ന് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എടുത്ത് മാറ്റുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ പുള്ളി ഒരു നല്ല എഞ്ചിനീയറോ ഒരു മനുഷ്യ സ്നേഹിയോ ഒക്കെ ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ വന്ന കാരണം പുള്ളിയുടെ ലോകവീക്ഷണം മാറി. പുള്ളി പിന്നെ ആളുകളെ കാണുന്നത് മുസ്ലിം അമുസ്ലിം ആ ഒരു വിഭാഗീയ ചിന്താഗതിയിലേക്ക് മാറുകയാണ്. ഇതിന് മതം ഒരു കാരണമാകുന്നുള്ളതാണ് എൻ്റെ വാദം. അതില്ലാന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പം ഭയങ്കര ഒരു സംഭവമായി മാറി, ഒരു ചാരിറ്റി കിങ്ങോ ഒക്കെ ആയി മാറാം. ബിക്കോസ് ഹി ഈസ് കേപ്പബിൾ, എവരിബഡി ഈസ് കേപ്പബിൾ. മതം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അതായത് ലോകത്തിൽ നിന്ന് മതം എടുത്തു മാറ്റുക, സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഒരു ബെറ്റർ പ്ലേസ് ആകുമെന്നാണ് താങ്കൾ പറയുന്നത്? മതം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് മതം വ്യവസ്ഥാപിതമായ മതങ്ങൾ വന്നിട്ട് ഒരു 10,000-2000 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പിൽ മനുഷ്യർ തമ്മിൽ ഭിന്നതകളും സംഘർഷങ്ങളും ഹത്യകളും ഒക്കെ ഉണ്ട്. അതിന് വേറെ കാരണങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയുന്നത് ഈ മതം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇതെല്ലാം ഇല്ലാതാവുമെന്നല്ല, മറിച്ച് ഈ മതം തന്നെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വയലൻസിനെയും അനാർക്കിയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഐറ്റം നമ്മളെടുത്ത് മാറ്റുകയാണ്, ഒരു പ്രധാന ഐറ്റം, ഒരു പ്രൈം മോട്ടിവേഷൻ മാറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആശ്വാസം ആ സമൂഹത്തിലുണ്ടാകും, ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഈ മതരഹിതമായ ലോകത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതം ഉദാസീനമായിട്ട് കാണുന്ന സ്കാൻഡിനേവിയൻ നേഷൻസ് ആണ് ആദ്യത്തെ 10 എപ്പോഴും വരുന്ന ആ രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അഫ്ഗാനിസ്ഥാനും സിറിയയും പാകിസ്ഥാനും ഒക്കെയാണ്. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങൾ അസ്വസ്ഥരാണ്. ഇപ്പോൾ ഗാസയുടെ കാര്യമായിട്ട് നോക്കിയാലും അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒറിജിൻ എവിടെയാണ് കിടക്കുന്നത്? ഇതൊരു രീതിയിലും പരിഹരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം മതപരമായ ഭിന്നതയാണ്. എല്ലാ മതങ്ങളും വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നുള്ള വാദം ഞാൻ ഉന്നയിക്കാറില്ല. ഐ ഡു നോട്ട്. അപ്പൊ മതത്തിനെയും ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ചില മതങ്ങൾ എന്ന് ഉദാഹരണമായിട്ട് ഒരു ജെയിൻ, യു കനോട്ട് എക്സ്പെക്ട് എ ജെയിൻ ടു സ്റ്റാർട്ട് എ സ്ലോട്ടർ ഹൗസ് നടത്തുന്ന ജെയിൻസ് ഉണ്ടാവില്ല. അവർക്ക് അഹിംസയാണ് പ്രധാന ഇതെന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്ടറലായിട്ട് ഹിംസയെ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഹിംസ നടത്തുന്ന ജെയിൻസ് വളരെ വിരളമായിട്ടുണ്ടാകാം. പക്ഷെ മറ്റു മതങ്ങളിൽ അതിൻ്റെ റേറ്റ്, ഈ ഹിംസ എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഉദാഹരണമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലെ ദൈവം ഒരു ചോരക്കുട്ടനാണ്. പുള്ളി വളരെ ഇൻടോളറൻ്റ് ആണ്, ശിക്ഷിക്കുന്നതാണ്, അവരെ പോയി നശിപ്പിക്കും, ഇവരെ പോയി നശിപ്പിക്കുന്നു. ഇസ്ലാമിലെ ദൈവം എല്ലാം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ദൈവം പറയുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയിൽ താങ്കളത് പറയുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും വളരെ വ്യക്തമായി അത് രണ്ടാമത്തതിൽ പറയുന്നുണ്ട്. ആ പറഞ്ഞ ഒരു കരണത്തടിക്കുന്നവനെ വീണ്ടും അടിക്കുകയല്ല, മറുകരണം കാണിക്കുക എന്നാണ് ക്രിസ്ത്യാനിറ്റിയിൽ പറയുക. അവിടുത്തെ ദൈവം ക്ഷമിക്കുന്ന ദൈവമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത, ക്രിസ്തു വന്നിരിക്കുന്നത് തന്നെ പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും പുള്ളി വ്യത്യാസമില്ലാതെ നടപ്പിലാക്കാനായിട്ടാണ്. പുള്ളി അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ മതം അത്ര പുരോഗമനമല്ല എന്ന് മനസ്സിലാക്കുന്ന ചില ക്രിസ്ത്യൻസ് പഴയ നിയമത്തെ തള്ളിക്കൊണ്ട് പുതിയ നിയമം മാത്രം വെച്ച് സംസാരിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ബട്ട് ആക്ച്വലി പുതിയ നിയമം വെച്ച് മാത്രം നമുക്ക് ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യാനേ സാധിക്കില്ല. ക്രിസ്തു എന്ന് പറയുന്ന ഒരു ജൂതനാണ്. ക്രിസ്തുവിൻ്റെ അസ്തിത്വം, ആ കഥയുടെ അസ്തിത്വം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് പഴയ നിയമത്തിലാണ് കിടക്കുന്നത്. ക്രിസ്തു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് മുന്നേ ആളുകൾ വന്നിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു, പിതാവ്, പുത്രൻ, അത് ഇത് മറ്റേത്, സബാത്ത്. ഈ സബാത്തൊക്കെ എന്താണ്? ഇറ്റ് ബിലോങ്സ് ടു പഴയ നിയമം. ഈ പഴയ നിയമം ഇല്ലാതെ നിങ്ങൾ പുതിയ നിയമം വെച്ച് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. യു വുഡ് ലവ് ടു ഡു ദാറ്റ്. പക്ഷേ ക്രിസ്തു സമ്മതിക്കത്തില്ല. ഹി വാസ് എ Jew ആൻഡ് ഹി lived as a Jew and he died as a Jew. കഥ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ക്രിസ്തു ജീവിച്ചു മരിച്ചൊന്നുമല്ല, കഥ അനുസരിച്ച് അങ്ങനെ വരുള്ളൂ. ഇത് ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ അതായത് ശിഷ്യന്മാരെല്ലാം ജൂതന്മാരായിരുന്നു. ആ 12 ശിഷ്യന്മാരും ജൂതന്മാരായിരുന്നു. നമ്മളൊരു വീട്ടിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മളൊരു കൺഫേമിറ്റിയിലേക്ക് അല്ലെങ്കിൽ പറയുകയാണ്, ഒരു ക്രിസ്ത്യൻ വീട്ടിൽ ജനിക്കുന്ന ഞാനൊരു ക്രിസ്ത്യാനിയായി മാറുന്നു, സാറ് ജനിക്കുന്ന വീടിൻ്റെ മതം സാറിന് കിട്ടുകയാണ്. അങ്ങനെയാണ് ചെറുപ്പം തൊട്ട് നമ്മളെ വളർത്തുന്നത്. ഒരു ഏത്തീസ്റ്റ് ഏത് പോയിന്റിലാണ് അയാൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അയാൾ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നയാളല്ല? ആ സാറിൻ്റെ കേസിൽ ഏത് പോയിന്റിലാണ് ആ തിരിച്ചറിവും ആ യാത്രയും, തിരിച്ചറിവ് വരുന്നതും ആ യാത്ര തുടങ്ങുന്നതും? എപ്പോഴാണ് അത് മനസ്സിലാവുന്നത്? There is no time point actually. Like മാറി തലേ തേങ്ങ വീണു. Is it you or ഒരു വേറെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ടൈം പോയിന്റ് ചോദിക്കുന്ന തന്നെ പലരും വിശ്വാസിയാവുന്നു. ചിലപ്പോൾ ഞാൻ മകൻ മരിച്ചതിന് ശേഷം ഞാനൊരു വിശ്വാസിയായി മാറി, വാർദ്ധക്യമായതിനു ശേഷം വിശ്വാസിയായി മാറി, ആ ഒരു അപകടത്തിന് ശേഷം ഞാൻ വിശ്വാസിയായി മാറി. ഇങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പറയാം. ബട്ട് ആക്ച്വലി എത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം രചനയാണ്. അതൊരു
ഒരു കോമ്പസിഷനാണ്, ഒരു ഇമ്പോസിഷൻ അല്ല. ഇത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് നമ്മൾ കണ്ടെത്തുന്ന ചില ഉത്തരങ്ങളുടെ ഒരു പരമ്പരയായിട്ട് നമ്മൾ ഇറ്റ്സ് എൻ ഇവല്യൂഷൻ, നോട്ട് ആൻ എക്സ്പ്ലോസീവ് ചേഞ്ച്. ഐ കനോട്ട് ഓർ നോബഡി ക്യാൻ സേ എ സിംഗിൾ പോയിന്റ്, എ പോയിന്റ് ഇൻ ടൈം. യു കനോട്ട് സേ ഇറ്റ്സ് എ ഗ്രാജുവൽ തിങ്. ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് വണ്ണം വെക്കുന്നത് എന്നോട്ടാണ് നിങ്ങൾ വണ്ണം വെച്ച് തുടങ്ങിയെന്ന് ഒരാളോട് ചോദിക്കുകയാണ്. അത് എനിക്ക് പണ്ട് വണ്ണമില്ലായിരുന്നു, ഇപ്പം നല്ല വണ്ണമുണ്ട് എന്ന് തൊട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. ഇതിനിടയിൽ ഞാൻ വണ്ണം കുറച്ചിരുന്നു, പിന്നെ കൂടി, പിന്നെ എക്സസൈസ് ചെയ്തു, ഇപ്പം എന്തായാലും ഇത്രയുണ്ട്. അപ്പം യു കനോട്ട് സേ എന്ന് മുതൽ ഒരു പോയിന്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു ഗ്രാജുവലായിട്ട് യു ഹാവ് ഹാൻഡ് ഷേക്ക് വിത്ത് ഡിഫറെൻറ്റ് ഐഡിയാസ് ആൻഡ് പോയിന്റ്സ് ദെൻ യു നോർമലി റീച്ച് ദെയർ. റിലീജിയന് ഒരു അപ്പർ ഹാൻഡുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുക. ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും റിലീജിയസ് ആയിട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഒരു വീടെടുത്താൽ പോലും അതിൽ ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിലും മറ്റുള്ളവരെല്ലാം വിശ്വാസികളായിരിക്കും. ഈ ഒരു സമൂഹത്തിൽ താങ്കളൊരു എത്തിയിസ്റ്റാന്നുള്ളത് ഈ ഒരു ഓഫൻ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, വൈ എന്നുള്ളൊരു ചോദ്യം, പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വേറൊരു 100 ചോദ്യങ്ങളും. അപ്പോൾ ഹൗ ഈസി ഇസ് ഇറ്റ് അത്തരം ചോദ്യങ്ങളെ? It's not easy. Goes without saying, it's not easy. പക്ഷേ നമ്മൾ ഈ എസൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രമായിട്ട് കഴിയുന്നത്ര താരതമ്യത്തിലേക്ക് കൊണ്ടുപോകുക. ഫാക്റ്റ്, എവിഡൻസ്, ഹ്യൂമനിസം, ഇതെല്ലാം കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഈസി അല്ല, ഒന്ന് റിവാർഡിങ് അല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മൾ നോക്കുന്നത്. എത്തിസം ബേസിക്കലി അതിനകത്ത് ഭയങ്കര ഒരു ലോകം. അതുകൊണ്ടാണ് ഈ പുറത്ത് നമ്മൾ ആയിരക്കണക്കിനെന്നല്ല ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും റിലീജിയസ് ആയിട്ട് ഡൗട്ട്സ് ഉള്ളവർ. ഈവൻ പിന്നെ ഏത്തീസ്റ്റുകളായിട്ട് കേരളത്തിൽ തന്നെ ഒരു 10% ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു 30 ലക്ഷം ആളുകളുണ്ടാവും. 10% എന്ന് പറഞ്ഞാൽ 10% എന്തായാലും ഉണ്ടാവുമല്ലോ. ഏതൊരു പോപ്പുലേഷനിലും ഒരു 10% അവിശ്വാസികളുണ്ടാവും. അതൊരു ഡിഫോൾട്ടാണ്. അങ്ങനെ തന്നെ കേരളത്തിൽ 30 ലക്ഷം പേരുണ്ടാവും. എവിടെ 30 ലക്ഷം പോയിട്ട് 30,000 പേരെ പോലും നമ്മൾ കാണുന്നില്ല. സോ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഇതൊരു മൈനോറിറ്റി പൊസിഷനാണ്. നമ്മൾ മെജോറിറ്റിയുടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് മൊത്തത്തിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഞെരുക്കം ഉണ്ടാവും. നിങ്ങൾക്കൊരു എത്തിയിസ്റ്റായിട്ട് ഉള്ളിൽ എത്തിയിസ്റ്റ് ആവുന്നതും പരസ്യ ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ വ്യത്യാസമുണ്ട്. പരസ്യ ജീവിതമാകുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ തന്നെ ആദ്യം നിങ്ങളെ വേറെ ആരും നിങ്ങളുടെ ഡിപ്പെൻഡൻസ് കുറയുകയാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുമാതിരി ഞാൻ പണ്ട് മലപ്പുറത്തൊരു പ്രസംഗത്തിൽ പറഞ്ഞോണം, എത്തിയിസ്റ്റ് ആവണമെങ്കിൽ ജോർജ് കുട്ടി കൈ വേണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു കട നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കടയിലേക്ക് ആളുകൾ വരാതാവും. നിങ്ങൾ കടയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഫയർ ചെയ്യപ്പെടും. നിങ്ങളെ അങ്ങോട്ട് മാറ്റും. നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാധ്യതകൾ പോകും. നിങ്ങളെ വിളിക്കാതാവും. ഈ മതം അങ്ങനെയാണ്. മതം ഈ ഊരുവിലക്കിലും ക്യാൻസലേഷനകത്തും ബഹിഷ്കരണത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ്. മതവും മതാത്മകമായ പാർട്ടികളും എല്ലാം അങ്ങനെ തന്നെയാണ്. അവർ മാറ്റി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കും സൈഡിലോട്ട്. അതിനൊക്കെ ഇഫ് യു ആർ വില്ലിങ്, ഐ തിങ്ക് യു ക്യാൻ ഫൈറ്റ് ഫ്രം ദ കോർണർ. ഇപ്പം ഞാൻ കേരളം മാത്രം എടുക്കുകയാണ്. ന്യൂട്രലായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതിപ്പം കാര്യങ്ങൾ ശരിയാണെങ്കിലും എത്ര ന്യായവും നീതി എന്താണെങ്കിലും അഗ്രസീവായിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാതെ എല്ലാത്തിനെയും ന്യൂട്രലായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു ഏത്തീസ്റ്റിന് ഇപ്പോൾ ഇതുപോലെ ലിറ്റ്മസ് പോലെ വലിയ പരിപാടികൾ വരുന്നു. അപ്പം ഇത്തരം അപ്രോച്ചുകളെ അഗ്രസീവായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നൊരു ഇതല്ലാണ്ട് ഒരു ന്യൂട്രൽ ഗ്രൗണ്ടിലോട്ട് എത്തിയിട്ട് പതുക്കെ എത്തിസം സ്പ്രെഡ് ചെയ്യുകയാണ് നല്ലത്, നമ്മളെ അഗ്രസീവ് അപ്രോച്ച് മാറ്റണം എന്നൊരു തോന്നല്? ഒന്ന്, കേരള സമൂഹം വളരെ ന്യൂട്രലാണെന്ന് പറഞ്ഞത് അതൊരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമാണ്. കേരളം ഈസ് ഹോപ്പ്ലെസ്ലി ഡിവൈഡഡ് ആൻഡ് വെരി ഹൈപ്പർ ഇമോഷണൽ ആൻഡ് നിങ്ങൾ സോഷ്യൽ മീഡിയ മാത്രം നോക്കിയാൽ എത്ര ഹോപ്പ്ലെസ് ആണ് കേരള സമൂഹം മുന്നോട്ട് പോകുന്നത്. ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അവനെ അടിച്ചത് നന്നായില്ല എന്ന് പറയുന്ന ഒരാൾ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അടിച്ചത് നന്നായില്ല, അടിക്കാൻ പാടില്ലെന്നല്ല, അടിച്ചത് നന്നായില്ല, കുറെ കൂടെ കൊടുക്കണമായിരുന്നു, നന്നായിട്ട് അടിച്ചില്ല എന്നാണ് പറയുന്നത്.